പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് സന്തോഷം എന്നതാണ്. ഒട്ടേറെ നിർവചനങ്ങൾക്കുടമയാണ് സന്തോഷം. ആനന്ദം, ആഹ്ലാദം, ആമോദം, ഹർഷം എന്നിങ്ങനെ വിവിധ പേരുകളിൽ നാം അതിനെ വിളിക്കാറുണ്ട്. ഇത്രയധികം നിർവചനങ്ങൾക്കുടമയാണെങ്കിൽ യഥാർത്ഥ സന്തോഷം എന്താണ്? അത് ആരെങ്കിലും നൽകുന്നതോ നാം വാങ്ങുന്നതോ തട്ടിയെടുക്കുന്നതോ ഒന്നുമല്ല. അത് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. ഒരുവന്റെ സന്തോഷം ഉണ്ടാക്കുന്നതും നശിപ്പിക്കുന്നതും അവൻ തന്നെയാണെന്ന പരമസത്യം നാം പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നു. ഒരുപാട് ജീവിത സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും സന്തോഷമില്ലാത്തവരും സന്തോഷിക്കാൻ മറന്നു പോകുന്നവരുമുണ്ട്. മറ്റുള്ളവരുടെ പതനത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും സന്തോഷിക്കുന്നവരുണ്ട്. അന്യരെ ദ്രോഹിക്കുന്നത് ആനന്ദമായി കരുതുന്നവർ. എന്നാൽ ഇല്ലായ്മയിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്നവരുമുണ്ട്. ഈ വിധത്തിൽ മനുഷ്യർക്ക് സന്തോഷം അനുഭവപ്പെടുന്നത് വ്യത്യസ്ത വിധത്തിലായിരിക്കും. മനസ്സിന്റെ അനേക അവസ്ഥകളിൽ ഒന്ന് മാത്രമാണ് സന്തോഷം. പലർക്കും പല രീതിയിൽ അത് അനുഭവവേദ്യമാകും. ഒരിക്കൽ ഒരു കൗൺസിലർ ദമ്പതിമാർക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. ക്ലാസ്സിലെ പല ദമ്പതിമാരോടും നിങ്ങൾ സന്തുഷ്ടരാണോ എന്ന് ചോദിച്ചപ്പോൾ ആരിൽ നിന്നും പൂർണ്ണ സന്തോഷത്തോടെയുള്ള മറുപടി ലഭിച്ചില്ല. എന്നാൽ ക്ലാസ്സിലാകെ ഉള്ളവരിൽ ഒരു ഭാര്യയും ഭർത്താവും തങ്ങൾ പൂർണ്ണ സന്തുഷ്ടരാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് കൗൺസിലർ അതിശയത്തോടെ അത് എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, സാർ, എൻ്റെ ഭാര്യയ്ക്ക് ദേഷ്യം വരുമ്പോൾ അവൾ പാത്രങ്ങൾ എനിക്ക് നേരെ എറിയും. അവ എൻ്റെ ദേഹത്ത് കൊണ്ടാൽ അവൾക്ക് സന്തോഷമാകും. എന്നാൽ അത് കൊണ്ടില്ലെങ്കിൽ എനിക്ക് സന്തോഷമാകും. പലർക്കും പല രീതിയിലാണ് സന്തോഷം ഉണ്ടാകുന്നത്. കൊച്ചു കുട്ടികൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തോടെയുള്ള തലോടലോ പ്രശംസയോ ഒക്കെ സന്തോഷം പകരും. ചിലർക്ക് സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിൽ അത് സന്തോഷം നൽകും. ചിരി ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് പറയാറില്ല. ചിരിക്കുമ്പോൾ മുഖത്ത് 80-ലധികം പേശികളാണ് പ്രവർത്തനനിരതമാകുന്നത്. എന്നാൽ കോപിക്കുമ്പോൾ രക്തസമ്മർദ്ദം കൂടുകയും ശാരീരിക പ്രവർത്തനങ്ങൾ പെട്ടെന്നാവുകയും ശരീരത്തിന് കൂടുതൽ ആയാസം അനുഭവപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിച്ചു കളയുന്ന സമയം നല്ല ചിന്തകൾ കൊണ്ട് സന്തോഷഭരിതമാക്കിക്കൂടെ? എനിക്ക് എന്താണ് കുറവ് എന്ന് ചിന്തിക്കുന്നതിലും നല്ലത് ഉള്ളതിനെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുകയും അതിനെ വികസിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. ഇത്രയൊക്കെ ഈശ്വരൻ എനിക്ക് തന്നുവല്ലോ എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്കും സന്തോഷം തോന്നും. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയൂ. സന്തോഷം എന്നത് കൊടുക്കുന്തോറും ഏറുന്ന അമൂല്യ ധനമാണ്. ജീവിത വിജയത്തിൽ സന്തോഷവും ഒരു ഘടകം തന്നെ. അതുകൊണ്ട് സന്തോഷം എന്നത് മുഖമുദ്രയാക്കുക. ഒരു മഹാൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നോ വൺ ക്യാൻ ബി പെർഫെക്റ്റ്ലി ഹാപ്പി ടിൽ ഓൾ ആർ ഹാപ്പി. ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. സന്തോഷം എന്നത് എല്ലാവർക്കും ആവശ്യമായ ഒരു ഘടകമാണ്. ജീവിത വിജയത്തിന് സന്തോഷം കൂടിയേ തീരും. എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, നമ്മുടെ കർത്താവിന് സന്തോഷമുണ്ടായിരുന്നോ, കർത്താവ് ചിരിക്കാറുണ്ടായിരുന്നോ എന്നുള്ളത്. ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, കർത്താവിന് വലിയ സന്തോഷമുണ്ടായിരുന്നു, കർത്താവ് ചിരിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇത് ബൈബിളിൽ നിന്ന് ഞാൻ വ്യക്തമാക്കാം. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കരയുന്നവരോടുകൂടെ കരയുവിനെന്ന്. അതേ കർത്താവ് തന്നെ പറഞ്ഞു, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിനെന്ന്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന് വലിയ സന്തോഷമുള്ള ഒരാളായിരുന്നു. അതുപോലെ മറ്റു പലർക്കും ഉള്ള സംശയം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് വലിയ സന്തോഷമുണ്ടോ അതെയോ ദുഃഖമാണോ എന്നുള്ളതാണ്.
ദൈവം എന്ന് പറയുന്നത് ത്രിയേക ദൈവമാണ്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ദൈവം. ഞാനും അതാണ് ശരി എന്നാണ് വിശ്വസിക്കുന്നത്. ത്രിയേക ദൈവം എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരു കൂട്ടായ്മയാണ് ദൈവം. ഈ കൂട്ടായ്മയില് വലിയ സന്തോഷമാണ്. ചിലർക്ക് ഒരു ധാരണയുണ്ട്, നമ്മൾ ദുഃഖിച്ചിരിക്കുകയാണ് ആത്മീയ രീതി എന്നുള്ളത്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ബൈബിളിൽ എവിടെയെങ്കിലും നമ്മൾ ദുഃഖിച്ചിരിക്കണമെന്ന് പറഞ്ഞ ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മളെപ്പോഴും സന്തോഷിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ അപ്പനാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ഒരു അപ്പന് സ്വാഭാവികമായും എപ്പോഴും ആഗ്രഹം എന്താണ്? തന്റെ മക്കള് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നതിലാണ് ദൈവത്തിന് സത്യത്തിൽ സന്തോഷം വരുന്നത് എന്ന് ഉറപ്പാണ്. ഇനി മറ്റു പലർക്ക് സന്തോഷം വരുന്നത് മദ്യം കഴിക്കുമ്പോഴാണ്. വേറെ ചിലർക്ക് സന്തോഷം വരുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴാണ്. മറ്റു ചിലർക്ക് സന്തോഷം വരുന്നത് പുക വലിക്കുമ്പോഴാണ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു സന്തോഷവും നമുക്ക് പാടില്ല. മദ്യം കഴിക്കുമ്പോൾ കുറച്ചു കാലത്തേക്ക് ഒരു സന്തോഷം വരുന്നുണ്ടാവാം. അത് കഴിഞ്ഞ് ആ മദ്യത്തിന്റെ കിക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ അതിലും വലിയ ദുഃഖമല്ലേ വരുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതുപോലെ തന്നെ കഞ്ചാവ്, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവര് അധികം ആയുസ് തയ്ക്കാതെ മരിച്ചു പോകുന്നതായി കാണുന്നില്ലേ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തെ കൊല്ലുന്ന സന്തോഷങ്ങളാണ്. അങ്ങനെയുള്ള സന്തോഷങ്ങൾ നമ്മൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് വ്യക്തമായി മനസ്സിലായത് ബൈബിൾ പഠിച്ചപ്പോഴും അല്ലാതെയൊക്കെ ജീവിതത്തിൽ നിന്നും മനസ്സിലായത്, ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ആത്മീയ ജീവിതം നയിക്കുമ്പോഴാണ്. ആത്മീയയിലെ ദൈവത്തോട് ചേർന്ന് ഉറച്ച ദൈവവിശ്വാസിയായി ജീവിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്. ഭൂമിയിലുള്ള എന്ത് നമുക്ക് തന്നാലും അത്രയും സന്തോഷം വരില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. ഒരു ശരിയായ ദൈവവിശ്വാസിയാണെങ്കിൽ, ആത്മീയമായി ഉയർന്നു നിൽക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും വളരെ സന്തോഷമായിരിക്കും. നിങ്ങൾ ശരിയായ ആത്മീയമായി ഉയർന്നു നിൽക്കുന്ന ഒരാളെ ശ്രദ്ധിച്ചു നോക്കിക്കും, അവർക്ക് എപ്പോഴും വളരെ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സന്തോഷം വരുന്ന എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിൽ മാത്രമേ സന്തോഷം വരുള്ളൂ എന്നൊരു ചിന്ത പലർക്കും ഉണ്ട്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു വിശുദ്ധൻ വചനം പ്രസംഗിച്ചതിന്റെ പേരിൽ ആ വിശുദ്ധനെ കുറെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിട്ട് ആ വിശുദ്ധനോട് പറഞ്ഞു, നീ ഇനി വചനം പ്രഘോഷിക്കാൻ പാടില്ല, നിന്നെ ഞങ്ങള് കൊന്നുകളയുന്നു പറഞ്ഞു. അപ്പൊ ആ വിശുദ്ധൻ കൂടുതൽ ദൈവത്തിൽ സന്തോഷിച്ച വിശുദ്ധൻ അത് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ വിശുദ്ധന്റെ ഒരു കൈ വെട്ടിയെടുത്തു കഴിഞ്ഞപ്പോ വിശുദ്ധൻ ആ കൈ വെട്ടിയെടുത്തു കഴിഞ്ഞപ്പോ ദൈവത്തിൽ വളരെയധികം സന്തോഷിച്ച് ആ സഹനം അനുഭവിച്ചു. അത് കഴിഞ്ഞപ്പോ ഈ വിശുദ്ധൻ സന്തോഷിക്കുന്നത് കണ്ട് അവൻ തീവ്രവാദികൾ അടുത്ത കൈയും വെട്ടിയെടുത്തു. അന്നേരം വിശുദ്ധൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് തന്നെ എഴുതി. അതുപോലെ തന്നെ രണ്ട് കാലും അതേപോലെ തന്നെ വിശുദ്ധന്റെ വെട്ടി അതിമൃഗീയമായ രീതിയിലാണ് ആ വിശുദ്ധനെ അവർ വധിച്ചത്. മരണം വരെ ഇത്രയും കഠിന സഹനത്തിലൂടെ ആ വിശുദ്ധൻ കടന്നുപോയെങ്കിലും മുഖം നല്ല പുഞ്ചിരിച്ചാണ് ഇരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കഠിനമായ സഹനത്തിലൂടെ ആ വിശുദ്ധൻ കടന്നുപോയപ്പോൾ ആ വിശുദ്ധന് സന്തോഷിക്കാൻ പറ്റിയത്? അത് ഒറ്റ കാരണമേ ഉള്ളൂ. മരണശേഷം ഒരു സ്വർഗമുണ്ട് എന്നുള്ള സത്യം ആ വിശുദ്ധന് അറിയാമായിരുന്നു. ഈ ലോകത്തിലെ സഹനങ്ങൾ എത്ര അധികമാണെങ്കിലും അത് മരണശേഷം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ, അവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവവുമായി സംസാരിക്കുമ്പോൾ വലിയ സന്തോഷം നമുക്ക് ഉണ്ടാവും. ഈ സന്തോഷം, മരണശേഷമുള്ള സ്വർഗത്തിലെ ഈ സന്തോഷം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി അതിനൊത്ത ഒരു ജീവിതം നയിക്കുകയാണ് വേണ്ടത്. പിന്നെ എല്ലാ ദിവസവും ആത്മീയമായി ഉയരണമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അല്ലാതെ ഒരു അപകടം വരുമ്പോൾ മാത്രം ദൈവമേ എന്ന് വിളിക്കുന്ന രീതി ശരിയല്ല. നമുക്ക് എല്ലാ ദിവസവും ദൈവമായിട്ട് എപ്പോഴും നല്ല ബന്ധത്തിലായിരിക്കണം നമ്മൾ. അങ്ങനെ നമ്മൾ എപ്പോഴും നല്ല ബന്ധത്തിലാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ ദൈവവുമായിട്ട് നല്ല ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആപത്ത് അപകടങ്ങളിൽ നിന്നെല്ലാം ദൈവം കാത്തുരക്ഷിക്കും. നമുക്കൊരു അകാല മൃത്യു ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ ദൈവത്തിന്റെ അനന്തജ്ഞാനത്തില് ദൈവം ചിലപ്പോൾ അകാല മൃത്യു അനുവദിച്ചാലും
നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നേരെ സ്വർഗത്തിലോട്ട് പോകും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ അപകടത്തിൽ ചാടിക്കാതെ ദൈവം സംരക്ഷിക്കും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് ഇപ്പം ഞാൻ സന്തോഷത്തിന്റെ പല മേഖലകളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിൽ നിങ്ങളത് നിരാശരാവുകയല്ല വേണ്ടത്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിനെ ആനന്ദമൂർത്തി എന്നാണ് വിളിക്കുന്നത്. അതായത് എപ്പോഴും സന്തോഷമുള്ള ഒരാളാണ് ദൈവം എന്നാണ് ആ സങ്കല്പം. അതുകൊണ്ട് ദൈവം വലിയ സന്തോഷമുള്ള ആളാണെങ്കിൽ നമുക്കും സന്തോഷം തരുന്നതിന് ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിന്നെ സഹനങ്ങൾ വരില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഏതെങ്കിലും രീതിയിൽ സഹനങ്ങൾ വരാം. സഹനങ്ങൾ വന്നു എന്നോർത്ത് സന്തോഷം പോകണമെന്നില്ല. ഇപ്പം നമ്മുടെ കർത്താവിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ കുരിശില് അതിക്രൂരമായ പീഡ സഹിച്ച് മരിക്കാനാണ് എന്ന് കർത്താവിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. ഇത് 100% കർത്താവ് ദൈവമായതുകൊണ്ട് ഇത് കൺമുമ്പിൽ ഈ കുരിശുമരണം കർത്താവ് ഇവിടെ ജനിച്ചപ്പം മുതല് ചെറുപ്പം മുതൽ കൺമുമ്പിൽ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും കർത്താവ് സന്തോഷിച്ച് ജീവിച്ചെങ്കിൽ അതിന്റെ രഹസ്യം എന്താണ്? അതായത് കർത്താവ് ഈ ഭൂമിയിലെ പാഠപീഠ സഹിച്ച് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അത് കാഴ്ചവെച്ച് മരിച്ചു കഴിഞ്ഞ് 3-ാം ദിവസം ഉയർക്കുമെന്നും സ്വർഗത്തിൽ പോയി പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവത്തോടൊപ്പം ഇരിക്കുമെന്നും കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന് നല്ല സന്തോഷം ഇത്രയും സഹനം മുന്നിൽ നിന്നപ്പോഴും ഇത്രയേറെ സന്തോഷം വന്നത്. അതുകൊണ്ട് നമുക്ക് സഹനങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, നമുക്ക് മരണശേഷം ഒരു സ്വർഗമുണ്ട്. അവിടെ ഒരിക്കലും അവസാനിക്കാത്ത സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ അടുത്ത സിംഹാസനത്തിൽ ദൈവം നമ്മളെ ഇരുത്തി ദൈവവുമായി സംസാരിച്ച് മാലാഖമാരും വിശുദ്ധരും എല്ലാവരുമുള്ള ആ സ്വർഗത്തിൽ നമുക്കും പോകാം. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ദുഃഖവും സഹനവും വരുമ്പോൾ നമ്മൾ അത് വിഷമിച്ച് അതിൻ്റെ ഗുണം കളയരുത്. നമ്മൾ ആ സഹനങ്ങൾ ദൈവത്തിന് കാഴ്ചവെച്ച് നമുക്ക് നല്ല സന്തോഷമുള്ളവരായി ജീവിക്കാം. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.